എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മളെ നാടൻ പച്ചടി, നാടൻ സദ്യ സ്പെഷ്യൽ പച്ചടി. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇട്ടത്. കാരണം എല്ലാവർക്കും ഏകദേശം അറിയുന്നതായിരിക്കും. അപ്പം വിചാരിക്കുമോ ഇതാ ഇപ്പോൾ ഒരു അത്ഭുതമായിട്ട് ഇട്ടതെന്ന്. അതുകൊണ്ട് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിനെന്തല്ല വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഒരു 1/2 കിലോ വെള്ളരി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരി തോല് ചെത്തി ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് മുറിച്ചിടാൻ കുറച്ച് പ്രയാസമാണ്. അത് മാത്രമേ ഇതിനൊരു പ്രയാസമുള്ളൂ. കണ്ടോ, ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വേവിക്കുന്നത് എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ്. ചട്ടിയിൽ വേവിച്ചാലാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് തണുക്കാൻ വെക്കണം. അതാണ് തണുത്തോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് തേങ്ങ അരച്ചെടുക്കാം. ഞാൻ 2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, 5 പച്ചമുളകാണ് മൊത്തത്തിൽ ഇതിൻ്റെ എരിവിന് എടുക്കുന്നത്. ഞാൻ ഈ ജാറിൽ തന്നെ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് നല്ലോണം അരിയുള്ളൂ, അതുകൊണ്ടാണേ. അപ്പോൾ ഇത് ഒന്ന് ഒതുങ്ങുമ്പോൾ അതങ്ങോട്ട് താണു പോകും. തേങ്ങയാകുമ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. പച്ചമുളക് പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കണ്ണിൽ മൂക്കിലൊന്നും തെറിക്കണ്ട. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഒന്ന് അരച്ചെടുക്കാം. കണ്ട, ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര്, പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. പുളിപ്പില്ലാത്ത തൈര് എടുത്താൽ 2 ദിവസവും കൂട്ടാൻ പറ്റുള്ളൂ. കണ്ട, നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു പൊടി വേണം. ജീരകവും കടുകും കൂടി ഈ ഉരലിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതിന് ചെറിയൊരു മണയുണ്ടാവും. ഒരു ടീസ്പൂൺ കടുക്, രണ്ടും കൂടെ ഒന്ന് ചതുങ്ങിയാൽ മതി. ഒന്ന് ചതുക്കിയെടുത്തിട്ട് അതാണ് നോക്കട്ടെ. കണ്ട, ഇങ്ങനെ ഒന്ന് പൊട്ടിയാൽ മതി. ഇത് ആ തൈര് പച്ചടിയിൽ ചേർത്താൽ അതിൻ്റെ ഒരു നല്ലൊരു മണമായിരിക്കും. ഇത് വേണ്ട, നല്ലോണം തണുത്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നെടുത്തിട്ട് ചട്ടിയിലേക്ക് മാറ്റാം. കാരണം ചട്ടിയിൽ കലക്കുമാണ് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് സ്റ്റൈല് വരുന്നത്. കണ്ട, നല്ല വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇത്ര വെള്ളമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയും വേണ്ട. ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഡൈലൂട്ടായി കിട്ടും. ഇത് മാത്രം മതി. ഒന്ന് തിളച്ച് ഇതിപ്പോൾ കലക്കിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കറക്റ്റായിട്ട് വന്ന് ഇനിയിപ്പോൾ ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു മണം വരും. കണ്ട, ഈ പൊടി ഇതിലങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ അടിപൊളി മണം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് താളിക്കാൻ വെക്കാം. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില താളിപ്പിലേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ട് എടുക്കണം. അത് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ 1 മുളക് നുള്ളിപ്പറിച്ച് അതിലിട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇതിലാണ് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ, മറ്റേ കറിയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ കറി. വേണ്ട, എന്താ നല്ലൊരു മണം. ആ ഒരു നല്ല ഓണം വന്ന മണം വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്രാവശ്യം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട കേട്ടോ.
എനിക്ക് നല്ല ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അപ്പം അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.